നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്തും സ്ക്രീനിൽ ഇതുപോലെ നിങ്ങളൊരു പ്ലസ് ബട്ടൺ കണ്ടിട്ടുണ്ടോ? ചില ഫോണുകളിൽ 3 ഡോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഇതൊന്ന് ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. അതിൽ എഴുതിയിരിക്കുന്നത് ആഡ് കോള് എന്നാണ്. ഇനി 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താലും ലഭിക്കുന്നത് അതേ ആഡ് കോള് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് ഈ ആഡ് കോള്, അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. സാധാരണയായി നമ്മൾ 2 പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ലേ? ഈ ഫോൺ കോളിലേക്ക് നിങ്ങൾക്ക് മൂന്നാമതൊരാളെ കൂടി കൊണ്ടുവരണമെങ്കിൽ, അയാൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അയാളെ കൂടി നിങ്ങളുടെ ഫോണിലേക്ക് കൊണ്ടുവന്ന് 3 കോളുകളും മെർജ് ചെയ്ത് ഒരുമിച്ച് കോൺഫറൻസ് കോളിലൂടെ സംസാരിക്കാൻ സഹായിക്കുന്ന ഓപ്ഷനാണ് ഈ ആഡ് കോള്. ഇത് വെറും 3 പേർക്ക് ഒരുമിച്ച് സംസാരിക്കാൻ സാധിക്കുന്ന ഓപ്ഷനല്ല. നിങ്ങളൊരു എയർടെൽ, VI, BSNL ഉപഭോക്താവാണെങ്കിൽ നിങ്ങളടക്കം 5 പേർക്ക് ഇതുപോലെ ഒരുമിച്ച് കോൺഫറൻസ് കോളിലൂടെ സംസാരിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളൊരു ജിയോ ഉപഭോക്താവാണെങ്കിൽ നിങ്ങൾ 6 പേർക്ക് ഇതുപോലെ കോൺഫറൻസ് കോളിലൂടെ സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. സ്ക്രീനിൽ ഇപ്പോൾ 2 മൊബൈൽ ഫോണുകൾ കാണാം. രണ്ടും വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ മൊബൈൽ ഫോണാണെന്ന് കരുതുക. ഞാൻ ആദ്യത്തെ ഫോണിൽ നിന്ന് രണ്ടാമത്തെ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ്. രണ്ടാമത്തെ ഫോണിൽ റിങ് ചെയ്തിട്ടുണ്ട്, ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ പോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കാറല്ലേ പതിവ്. ഇനി മൂന്നാമതൊരാളെ ഈ കോളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഡയലർ ആപ്ലിക്കേഷൻ മാറുന്നതിനനുസരിച്ച് ഈ ഓപ്ഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഈ ഫോണിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്, അതിലൂടെയാണ് പുതിയൊരാളെ ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പുറത്തെ ഫോണിൽ അങ്ങനെ പ്ലസ് ബട്ടൺ ഇല്ല, ഇവിടെ 3 ഡോട്ട്സ് ആണുള്ളത്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആഡ് കോളിൻ്റെ ഓപ്ഷൻ കിട്ടും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ഓൺ ആകും. കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് ആരെയാണ് നിങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ നമ്പർ കണ്ടെത്തി സാധാരണ കോൾ ചെയ്യുന്നത് പോലെ കോൾ ചെയ്യുക. ഞാനിപ്പോൾ ഫൈസൽ ഖാനെയാണ് വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഒരാളെ വിളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ തൊട്ട് മുൻപേ വിളിച്ച ആളുണ്ടല്ലോ, അയാൾക്ക് അയാളുടെ ഫോണിൽ നിങ്ങളുടെ ഫോൺ ഹോൾഡിൽ വെച്ചിരിക്കുകയാണെന്ന് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇതുപോലെ ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അയാളോട് മുൻകൂട്ടി പറയണം, ഞാൻ മൂന്നാമതൊരാളെ വിളിക്കുകയാണ്, ഹോൾഡിൽ വെച്ചിരിക്കുകയാണെന്ന് കേൾക്കുക ണെങ്കിൽ കാത്തിരിക്കുക, മറ്റേയാൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ മെർജ് ചെയ്ത് 3 പേർക്കും ഒരുമിച്ച് സംസാരിക്കാമെന്ന്. ഇപ്പോൾ ഫൈസൽ ഖാ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഫൈസൽ ഖാ, ഞാൻ കോള് മെർജ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിച്ചതാണ്. ഒന്ന് ലൈനിൽ നിൽക്കണേ. മൂന്നാമത്തെ ആൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ മെർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ 3 ഫോണുകളും പരസ്പരം കണക്റ്റ് ആവും. പിന്നെ 3 പേർക്കും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ ഫോണിലും മെർജ് ഓപ്ഷൻ 3 ഡോട്ട്സിലല്ല. നിങ്ങൾക്ക് ഇവിടെ കോൾ ചെയ്യുന്ന ഓപ്ഷനിൽ ഇവിടെ ആഡ് കോൾ ഉണ്ടായിരുന്നിടത്ത് തന്നെ മെർജിൻ്റെ ഓപ്ഷനും വരും. അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് മെർജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത്. ഫോൺ മോഡൽ മാറുന്നതനുസരിച്ച് ഇങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടാകുമെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പുതിയൊരാളെ ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരാളെ ആഡ് ചെയ്യാം. 4ാമത്തെ ആളെ കോൾ ചെയ്തിട്ട് ഇതുപോലെ മെർജ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതുപോലെ തന്നെ മറ്റേയാൾക്കും അതുപോലെ തന്നെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരാളെ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് 5ഓ 6ഓ ആൾക്കാരെ ആഡ് ചെയ്ത് ഒരുമിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.